നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടിയെ പിളർത്തുന്ന വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു വിവാദം കൊണ്ട് അതിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന ഒരു നയം CPM-ന് പണ്ട് മുതലേ ഉള്ളതാണ്. EP ജയരാജനെ രാജിവെപ്പിക്കാൻ CPM-ൽ നീക്കം. എന്നാൽ രാജിവെപ്പിക്കും മുൻപ് രാജിവെച്ചൊഴിഞ്ഞ് EP ജയരാജൻ. ഒരു സംശയമായി ഇപ്പോൾ ഉയരുന്നത് മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ പിണറായി ഈ വേലത്തരം പുറത്തെടുത്തതെന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം EP ജയരാജനെ രാജിവെപ്പിക്കാനായിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ രാജിവെപ്പിക്കേണ്ടതായിരുന്നു. അത് ആ സമയം കഴിഞ്ഞുപോയി. പക്ഷേ ജാവദേക്കറുമായുള്ള ജയരാജന്റെ ചർച്ചയും പാർട്ടിയെ തോൽപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണം ഇതാണെന്നുമൊക്കെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ അത് കുത്തിപ്പൊക്കി ജയരാജനെ രാജിവെപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഒരു രക്ഷപ്പെടലാണ്. CPM-നെ രക്ഷിച്ചെടുക്കുക എന്ന നയം. അതായത് മുകേഷിന്റെ വിഷയം ഒന്ന് ഒതുക്കി നിർത്തണം, അതിന് മറ്റൊരു വിവാദം വേണം. ആ ഒരു ചർച്ച മാധ്യമങ്ങളിൽ കത്തിപ്പടരണമെങ്കിൽ, കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യണമെങ്കിൽ അത്രത്തോളം കരുത്തരായ ഒരു നേതാവ് വേണം. ആ നേതാവായിരുന്നില്ലേ EP ജയരാജൻ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. നമുക്കറിയാം, കാഫിർ വിവാദവും വീണ വിജയന്റെ മാസപ്പടിയും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു. അതിൽ വലിയ രീതിയിൽ CPM-ന് നേരെ വിവാദം ഉണ്ടാകുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊടുന്നനെ പിണറായി അങ്ങ് വലിച്ചു പുറത്തിട്ടത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിണറായിക്ക് ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. കാരണം ആരുടെയും പേരുകൾ എടുത്ത് പറഞ്ഞിട്ടില്ല, മാത്രമല്ല ലൈംഗികാതിക്രമം നടന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാതി എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈ മലർത്താമെന്ന് കണക്കുകൂട്ടി. അവിടെ പക്ഷെ പിഴച്ചുപോയി. പല നടിമാരും രംഗത്തേക്ക് വന്ന് പരാതികൾ പറഞ്ഞു. ഇതോടെയാണ് വലിയ രീതിയിൽ വിവാദം കത്തിപ്പടർന്നത് ഹേമ കമ്മിറ്റിയിൽ. പിന്നീട് കൈപൊള്ളിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവിൽ മുകേഷിന്റെ രാജിക്ക് വരെ മുറവിളി ഉയരുകയാണ്. മുകേഷിനെ കയ്യിൽ കിട്ടിയാൽ ജനം കൈവയ്ക്കും. മുകേഷിനെ ഒരു തരത്തിലും ഇനി ആ പദവിയിൽ ഇരിക്കാൻ അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന് CPM-ലെ ബൃന്ദ കാരാട്ടും CPI-യിലെ ആനി രാജയും ഒക്കെ നിലപാട് സ്വീകരിച്ചു. അതായത് CPM-ലെ പെണ്ണുങ്ങൾ തന്നെ മുകേഷിനെ പുറത്താക്കണമെന്ന്, അടിച്ചു പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഉടനെ തന്നെ ഒരു സംഭവം, ഒരു ബോംബിട്ടങ്ങ് പൊട്ടിക്കുന്നു CPM. EP ജയരാജനെ പുറത്താക്കാൻ പോകുന്നു. എന്നാൽ തന്നെ പുറത്താക്കാനൊന്നും നോക്കണ്ട, ഞാൻ പുറത്തു പോയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജൻ രാജിവെച്ചൊഴിയുന്നു. സത്യത്തിൽ പിണറായി വിജയന്റെ കുറുക്കൻ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്ന തോന്നലാണ് എനിക്കുണ്ടാകുന്നത്. ഇതിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ നിർത്തി പൊട്ടനാക്കുകയും ചെയ്തു പിണറായി വിജയൻ. കാരണം MV ഗോവിന്ദൻ ആവശ്യം EP ജയരാജനെ പുറത്താക്കുക, EP ജയരാജനെ വെട്ടിയൊതുക്കുക എന്നുള്ളതാണ്. കാരണം പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നീട് എല്ലാവർക്കും, പാർട്ടിയിൽ എല്ലാവർക്കും തന്നെ ഏറെ സ്വീകാര്യനായ നേതാവ് EP ജയരാജനാണ്. EP ജയരാജൻ പക്ഷം ശക്തവുമാണ്. EP ജയരാജൻ മുന്നോട്ടുള്ള ഗോവിന്ദന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു വലിയ തടസ്സം തന്നെയാണ്. അത് ഗോവിന്ദന് വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ EP ജയരാജനെ പുറത്താക്കാൻ ഒരു ചർച്ച പിണറായി ഇട്ട് കഴിഞ്ഞാൽ അതിനെ രണ്ട് കൈയും അടിച്ച് സ്വീകരിക്കും MV ഗോവിന്ദൻ. അതുകൊണ്ട് തന്നെ ഈ കളിക്കിടയിൽ MV ഗോവിന്ദനെ നിർത്തി പിണറായി വിജയൻ പൊട്ടനാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ EP ജയരാജനെതിരെയുള്ള പടനീക്കത്തിന് പിന്നിൽ താനാണെന്ന് പുറത്തേക്ക് വരികയും ചെയ്യരുത്. ആ കാര്യം നിർബന്ധമായിരുന്നു പിണറായി വിജയന്. കാരണം പിണറായി വിജയന്റെ അടുപ്പക്കാരനാണല്ലോ EP ജയരാജൻ. മുൻപും ജാവദേക്കറുമായി EP ചർച്ച നടത്തിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴും ആ സമയങ്ങളിലെല്ലാം EP ജയരാജനെ സംരക്ഷിച്ചിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ EP-യെ പുറത്താക്കാൻ ഒരു നീക്കം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ തന്റെ തലയുണ്ടെന്ന് പുറത്തേക്ക് വരരുത്. അത് പിണറായിക്ക് നിർബന്ധമാണ്. എല്ലാം MV ഗോവിന്ദന്റെ തലയിലിരിക്കട്ടെ. MV ഗോവിന്ദന്റെ കളികളാണ് ഇതിനെല്ലാം പിന്നിൽ. മാത്രമല്ല ഒരു ഒന്നാം തരം കളി കൂടി പിണറായി വിജയൻ കളിച്ചിട്ടുണ്ട്. കാരണം അടുത്ത കൺവീനർ ആര് എന്ന ചോദ്യത്തിന് AK ബാലനേക്കാൾ ഉയർന്നു വന്ന പേര് TP രാമകൃഷ്ണന്റേതാണ്. കാരണം TP രാമകൃഷ്ണൻ MV ഗോവിന്ദന്റെ വിശ്വസ്തനും അടുപ്പക്കാരനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കയ്യാളിനെ തന്നെ കൺവീനർ സ്ഥാനത്തേക്ക് MV ഗോവിന്ദൻ എത്തിക്കുന്നു എന്നുള്ളതും പിണറായി വിജയൻ സേഫ് സോണിലാകാനുള്ള കാരണമാണ്. അങ്ങനെ പിണറായി വിജയന്റെ ഒടുക്കത്തെ കളിയാണ് ഇതിന് പിന്നിലെന്ന് സംശയിച്ചു പോകുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം ഇതിലും വലിയ ഉൾട്ട പരിപാടികൾ കാണിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അങ്ങനെ
രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടിയും ഇരട്ടത്താപ്പ് കാണിച്ചും ഒക്കെ തന്നെയാണ് എല്ലാ കാലത്തും പിണറായി വിജയൻ പിടിച്ചു നിന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരു ചോദ്യം കൂടി പ്രതിപക്ഷ നേതാവ് എടുത്തു ചോദിച്ചിട്ടുണ്ട്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ അന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ഇപിക്ക് കുഴപ്പം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നും VD സതീശൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ദിവസമാണ് EP ജയരാജൻ രംഗത്ത് വന്ന് ആ വലിയ ബോംബ് പൊട്ടിച്ചത്. ശരിയാണ്, ഞാൻ ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു, അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി കാര്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്തത്, മറ്റു വിശേഷങ്ങളൊക്കെയാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്തത് എന്ന് EP ജയരാജൻ ആ ദിവസം തന്നെ വന്നു പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അത്രത്തോളം വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ച EP ജയരാജനെ അന്ന് ചേർത്ത് നിർത്തുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി മുഴുവനായും EP ജയരാജന്റെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാൻ MV ഗോവിന്ദൻ കളിയിറക്കിയപ്പോഴും പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെയും EP ജയരാജനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പിണറായി പക്ഷക്കാർ പ്രത്യേകം ശ്രമിച്ചു. അതായത് MV ഗോവിന്ദൻ വലിയ രീതിയിൽ ആ സമയത്ത് EP ജയരാജനെതിരെ നിൽക്കുമ്പോഴും പിണറായി പക്ഷക്കാർ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് പിണറായിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. അതായത് EP ജയരാജനെ അങ്ങനെ പുറത്തു ചാടിക്കാനൊന്നും പിണറായി വിജയന് കഴിയില്ല. കാരണം പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നേതാവാണ് EP ജയരാജൻ. ഇന്നിപ്പോൾ മുകേഷിനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ നീക്കം നടത്തിയതാണെങ്കിൽ അതിന് EP ജയരാജൻ ഒത്തുനിന്നതുമാകാൻ സാധ്യതയുണ്ട്. രാജിവെപ്പിക്കും മുൻപ് ഞാൻ രാജിവെച്ച് പുറത്തു പോകുന്നു എന്നുള്ളത് വലിയൊരു ബോംബല്ലേ CPM-നെ സംബന്ധിച്ച് പൊട്ടിയിരിക്കുന്നത്. അതായത് ഈ വിഷയമാണ് ഇപ്പോൾ കത്തിപ്പടർന്ന് ചാനലുകളിൽ നിൽക്കുന്നത്. ഇതോടെ മുകേഷിന്റെ കാര്യം ഒന്ന് ഇടിഞ്ഞു താണു പോയിട്ടുണ്ട്. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനുള്ള നീക്കം പിണറായി നടത്തിയോ എന്നുള്ള ചോദ്യം പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന ഒരു നിലപാട്. മുഖ്യമന്ത്രിക്ക് കൂടി വേണ്ടിയാണ് EP ജയരാജൻ അന്ന് ജാവ്ദേക്കറെ കണ്ടത് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉയർത്തിവിട്ടിട്ടുണ്ട്. അന്നൊന്നും പൊള്ളാത്ത പിണറായിക്ക് ഇപ്പോഴെന്തിനാണ് EP ജയരാജനെ പുറത്താക്കാൻ ഇത്ര തത്രപ്പാടെന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേസുകൾ ദുർബലപ്പെടുത്താനായിരുന്നു EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി അന്ന് കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള EP-യുടെ ബന്ധത്തെ മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിയിട്ടുള്ളത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് പ്രശ്നം? ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത്? ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയൊന്നും അല്ലല്ലോ, കേരളത്തിലെ BJP-യുടെ ചുമതലയുള്ള ആളാണ്. പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് അപ്പോൾ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത്? EP ജയരാജൻ എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയതാണെന്നാണ് പറഞ്ഞത്. പോയ വഴിക്ക് ഇവരാരും ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ലല്ലോ എന്നും VD സതീശൻ ഇപ്പോൾ ഒരു വലിയ ചോദ്യം CPM-ന് മുന്നിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് EP ജാവ്ദേക്കറെ കണ്ടത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേസുകൾ ദുർബലപ്പെടുത്താൻ വേണ്ടി EP-യെ ഇറക്കിക്കളിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് EP-യെ സംരക്ഷിക്കുകയായിരുന്നു പിന്നീട് പിണറായി ചെയ്തത്. ഇപ്പോൾ എന്താണ് ജയരാജന്റെ കുഴപ്പമെന്നാണ് മനസ്സിലാകാത്തത്. കേരളത്തിലെ CPM-ന് നേതാക്കൾക്കും BJP-യുമായി ബന്ധമുണ്ട് എന്ന കാര്യം ഉറപ്പിച്ചുവെന്നും ഇപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് CPM അംഗീകരിച്ചിരിക്കുകയാണ്. MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് EP ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയത് CPM-ന് ക്ഷീണമുണ്ടാക്കി. ലോക്സഭാ തോൽവിക്ക് ഇതുതന്നെയാണ് കാരണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് MV ഗോവിന്ദൻ. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP-ക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. തുടർന്ന് EP രാജി സന്നദ്ധത നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. EP-ക്ക് പകരക്കാരനായി AK ബാലനെ കൊണ്ടുവരാനായിരുന്നു പിണറായിയുടെ താല്പര്യം. എന്നാൽ കോഴിക്കോട് നിന്നുള്ള TP രാമകൃഷ്ണനെ ഇറക്കി അതിനെ ഗോവിന്ദൻ വെട്ടി. അതായത് സാധാരണ പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവരും അങ്ങ് അംഗീകരിക്കും. പിണറായിക്കപ്പുറം ഒരു വാക്ക് CPM-ൽ ഇല്ലല്ലോ. ബാലനെ നിർത്താനായിരുന്നു പിണറായി വിജയന്റെ തീരുമാനമെന്നും എന്നാൽ MV ഗോവിന്ദന്റെ TP രാമകൃഷ്ണൻ വേണമെന്ന വാശിക്ക് വഴങ്ങിക്കൊടുത്തുവെന്നുമാണ് ചർച്ചകൾ വരുന്നത്. അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ആളൊന്നും അല്ല പിണറായി വിജയൻ. ഇതാണ് പറയുന്നത്. ആ ഒരു ഇരട്ടത്താപ്പാണ് ഇത്.
MV ഗോവിന്ദന്റെ അടുപ്പക്കാരനെ കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. സ്വാഭാവികമായും EP-യുടെ പക്ഷക്കാർക്ക് MV ഗോവിന്ദനോടെ ദേഷ്യം തോന്നും, പിണറായി വിജയനോട് തോന്നില്ല. ഇതിനൊപ്പം പാലക്കാട്ടെ പിണറായിയുടെ വിശ്വസ്തൻ PK ശശിയെയും ഗോവിന്ദൻ വെട്ടിനിരത്തിയിട്ടുണ്ട്. അങ്ങനെ പിണറായിക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം MV ഗോവിന്ദൻ വെട്ടിനിരത്തിയെന്ന ഒരു ചർച്ച സമൂഹത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച വന്നതാണോ അതോ വരുത്തിയതാണോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം സേഫ് സോണിൽ നിൽക്കാൻ പിണറായി കൂടെ നിൽക്കുന്ന ആരുടെയും കാലുവാരും. ഇപ്പോൾ വാരിയിരിക്കുന്നത് ഗോവിന്ദന്റെ കാലാണ്. പക്ഷേ MV ഗോവിന്ദൻ അത് മനസ്സിലാകാതെ നിന്നങ്ങ് തുള്ളുകയാണ്. മൂപ്പര് വിചാരിക്കുന്നത് കാര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായി എന്നാണ്. കാരണം തന്റെ ശത്രുവായ EP ജയരാജൻ പുറത്തുപോയി തന്റെ അടുപ്പക്കാരനായ രാമകൃഷ്ണനെ അടുത്ത കൺവീനറാക്കുന്നു. കളം എനിക്ക് അനുകൂലമാകുന്നു എന്ന് ഗോവിന്ദൻ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ മനസ്സിലാകാത്ത ആളാണോ ഗോവിന്ദനെന്നും സംശയിച്ചു പോകുകയാണ്. BJP-യിലേക്ക് വരാൻ ചർച്ച നടത്തിയ മുതിർന്ന CPM നേതാവ് LDF കൺവീനർ EP ജയരാജനാണെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലോടെയാണ് വിവാദം കത്തിപ്പടർന്നത്. BJP പ്രവേശനത്തിൽ 90% ചർച്ചകൾ EP പൂർത്തിയാക്കിയിരുന്നുവെന്നും എന്നാൽ എന്തുകൊണ്ടാണ് പിന്മാറിയതെന്ന് വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹം തന്നെയാണെന്നുമായിരുന്നു ശോഭയുടെ ആരോപണം അന്ന് വന്നത്. ഈ ആരോപണമാണ് പിന്നീട് വലിയ രീതിയിൽ കത്തിപ്പടർന്നതും. പക്ഷേ പിണറായി വിജയൻ EP-യെ ചേർത്ത് നിർത്തിയതോടെ ആ വിവാദങ്ങളൊക്കെ അന്ന് കെട്ടടങ്ങിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പൊള്ളി നിൽക്കുമ്പോൾ സർക്കാരിന് വലിയ രീതിയിൽ പൊള്ളി നിൽക്കുകയാണ്. മുകേഷിന്റെ കസേര തെറിപ്പിക്കേണ്ട ഗതികേടിൽ എത്തുമ്പോഴാണ് EP ജയരാജന്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതിനൊക്കെ പിന്നിലെ തല പിണറായി വിജയൻ തന്നെയാണ്. അതിൽ കവടി നിരത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പിണറായി ഇതിനു മുൻപ് എത്രയോ ഇരട്ടത്താപ്പുകൾ കാണിച്ചിട്ടുള്ള ആളാണ്. കക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയാം പിണറായി വിജയന്. അതാണ് അങ്ങേരുടെ ഒരു വിജയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.